ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള പുതിയ കുറച്ച് ഡീറ്റെയിലുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു ഫ്യൂച്ചറിലെ ഫൈറ്റ് സീൻ കാണിക്കുന്ന സമയത്ത് മൈക്കിളിന്റെ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ആ ഒരു ഫ്യൂച്ചർ ഫൈറ്റ് സീൻ നടക്കുന്ന സമയത്ത് അവിടെ പട്ടാളക്കാരും വില്ലന്മാരുടെ സൈഡിലുള്ള ആൾക്കാരും തമ്മിൽ ഫൈറ്റുകൾ നടത്തുമ്പോൾ, വെടിവെപ്പുകൾ നടക്കുമ്പോൾ അവിടെ സാധാരണ ജനങ്ങൾ മരിച്ചു കിടക്കുന്നതായി കാണാം. സോ ആ ഒരു വാറിന്റെ ഒരു ക്രൂരത കാണിക്കുന്നത് പോലെയാണ് അവിടെ ആ ഫൈറ്റിൽ നേരിട്ട് ബന്ധപ്പെടാതെയുള്ള സാധാ ജനങ്ങളെ വരെ കൊന്നിട്ടിരിക്കുന്നതായി കാണിക്കുന്നത്. ഇതിനുശേഷം ചന്ദ്രയുടെ അടുത്തേക്ക് ഒരു ജപ്പാൻ പെൺകുട്ടി വരുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ചന്ദ്ര ഒരു ടേബിളിന്റെ മറവിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി അങ്ങോട്ടേക്ക് വരുന്ന പെൺകുട്ടി കൃത്യമായി ചന്ദ്രയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതിന് കാരണം അവളുടെ വേഷമൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവളുടെ ഹെൽമെറ്റിലായി റൈറ്റ് സൈഡിൽ കണ്ണിന്റെ ഭാഗത്ത് ഒരു ക്യാമറ വെച്ചിരിക്കുന്നതായി കാണാം. സോ ഈ ക്യാമറ കൊണ്ട് എക്സ്റേ വിഷൻ എല്ലാം പോലെ ആ ടേബിളിന് അപ്പുറം ഇരിക്കുന്ന ചന്ദ്രയെ കൃത്യമായി ആ പെൺകുട്ടിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. ഇതിനുശേഷം ചന്ദ്ര ഒരു മദ്യക്കുപ്പി ആ ഒരു ജപ്പാൻകാരിയുടെ അടുത്തേക്ക് എറിയുകയും ശേഷം അവിടെ തീയിടുകയും ചെയ്യുന്നുണ്ട്. ആ സമയം ക്യാമറ പുറകിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി ചിരിക്കുന്നതായി കാണാം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങളെല്ലാം താൻ നേരിട്ടിട്ടുണ്ടെന്നും ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടിക്കും എന്തെങ്കിലും ശക്തി ഉണ്ടെന്നുമെല്ലാം തെളിയിക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ അവൾ ചിരിക്കുന്നതായി കാണിച്ചത്. പിന്നീട് മൂത്തോന്റെ യഥാർത്ഥ പ്ലാനറ്റ് കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെ ഇഷ്താറിന്റെ അമ്മ നിൽക്കുന്നുണ്ട്, മൂത്തോ നിൽക്കുന്നുണ്ട്, കുറെ മാമത്തുകളെല്ലാം പോകുന്നുണ്ട്, കുറെ പടയാളികളും മറ്റും നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ കുറെ പക്ഷികൾ പറന്നു പോകുന്നതായി നമുക്ക് കാണാം. അത് സാധാരണ പക്ഷികളല്ല എന്നും അതിനെല്ലാം തിളക്കമുള്ളതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആ പ്ലാനറ്റിലുള്ള ആളുകളെല്ലാം തന്നെ, മൂത്തോനായാലും ഇഷ്താറിന്റെ അമ്മയാണെങ്കിലും പടയാളികളാണെങ്കിലും എല്ലാം തന്നെ അതിശക്തരായിട്ടുള്ള മനുഷ്യരുടെ രൂപമാണെങ്കിൽ കൂടി മനുഷ്യരെക്കാട്ടിലും പവറുകളെല്ലാം ഉള്ള ആളുകളാണ്. സോ ഇത്തരത്തിലാണ് അവിടെയുള്ള പക്ഷികളും സാധാ പക്ഷികളല്ല, അവയ്ക്കും മറ്റെന്തെല്ലാമോ പ്രത്യേകത ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഇഷ്താർ ഒരു വില്ലത്തി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്താറിന്റെ ഒരു പ്രതിമ ആ ഗുഹയിൽ ഉണ്ടായിരുന്നത്, ആരാണ് അത് നിർമ്മിച്ചതെന്നെല്ലാം. തീർച്ചയായിട്ടും അക്കാലത്ത് ഇഷ്താറിനെ ആരാധിച്ചിരുന്നവരാണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വില്ലത്തി ആയിരുന്നുവെങ്കിൽ ഇഷ്താറിനെ ഇവർ ആരാധിച്ചിരുന്നത്? നമ്മൾ അപ്പോക്കലിപ്സ് എല്ലാം സിനിമയിൽ കണ്ടിരിക്കുന്നത് പോലെ അപ്പോക്കലിപ്സ് എന്ന ക്യാരക്ടർ ഒരു വില്ലൻ ആയിരുന്നുവെങ്കിൽ കൂടി അദ്ദേഹത്തെ ആ കാലത്ത് തന്നെ ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി വരെ ആരാധിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഇഷ്താർ എന്ന ക്യാരക്ടറും വില്ലത്തിയാണെങ്കിൽ കൂടി ആ കാലത്ത് അവളെയും ആരാധിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായിരുന്നിരിക്കാം. സോ അങ്ങനെ അവളെ ആരാധിച്ചു വന്നവരായിരിക്കും അവളുടെ പ്രതിമ അവിടെ സൃഷ്ടിച്ചത്. എന്നാൽ പിന്നീട് മൂത്തോനും മറ്റും ഇടപെട്ടതിന് ശേഷം, മൂത്തോനുമായി ഒരു യുദ്ധം ഉണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ഇഷ്താറിനെ എതിർക്കുന്നവർ തന്നെയോ അവളുടെ പ്രതിമയുടെ തല തകർത്ത് അവിടെ ഇട്ടതായിട്ടാകാൻ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിനുശേഷം അവിടെ ചാത്തന്മാരും മറ്റും വരുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ആ ചാത്തന്മാരെല്ലാം വലിയ ഒരു സ്പേസ്ഷിപ്പിൽ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അതിൽ നിന്നും പുറത്തു വന്നിട്ടില്ല മറ്റ് ചെറിയ ചെറിയ സ്പേസ്ഷിപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ സമയം അവിടെയുള്ള ചാത്തന്മാരെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ വളരെ ദേഷ്യഭാവത്തിൽ നിൽക്കുന്ന ഒരേ വലിപ്പമുള്ള ആൾക്കാരെല്ലാമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ സൈഡിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുട്ടി മാത്രം അവരിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ചെറുപ്പമായും മറ്റുള്ളവരുടെ അത്രയും ദേഷ്യഭാവമൊന്നുമില്ലാതെ കുറച്ച് നിഷ്കളങ്കനായി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടിയായിരിക്കണം പിന്നീട് മൈക്കിളായി മാറിയത്. കത്തനാരും നീലിയും കൂടി പിടിക്കാനായി വരുന്ന ബാഗ് ഇട്ടുകൊണ്ടു പോകുന്ന ഈ ഒരു കുട്ടി മൈക്കിളാണെന്ന് പ്രസന്റിലുള്ള മൈക്കിളിന്റെ വേഷത്തിലൂടെ മുന്നേയുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. സോ മറ്റുള്ള ചാത്തന്മാരെല്ലാം ഇങ്ങനെയുള്ള വയലന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി മൈക്കിൾ എന്ന ക്യാരക്ടർ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന രീതിയിലാണ് ഈ ഒരു ഷോട്ടിൽ തന്നെ അവർ കാണിച്ചിരുന്നത്. ശേഷം ഒടിയനായിട്ടുള്ള DQന്റെ ക്യാരക്ടർ കുറെ ചെന്നായ്ക്കളുമായെല്ലാം അവിടെ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ഒടിയൻ ഒരു യുദ്ധസ്ഥലത്ത് നിൽക്കുമ്പോൾ കൂടെ ഒരു പെൺകുട്ടി ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ തന്നെ ഒടിയനെ ആദ്യം കാണിക്കുന്ന ഈ സമയം കുറച്ച് മാറി നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു കുട്ടി നിൽക്കുന്നതായി നമുക്ക് കാണാം. ആ ഒരു സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന ഒരു കുട്ടിയാണ് അവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ കുട്ടി നെസ്ലൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായി വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നാനുള്ള കാരണം ഈ നെസ്ലന്റെ മുഖമുള്ള ക്യാരക്ടർ എന്ന് തോന്നിക്കുന്ന ഒരാൾ ഒരു ചെന്നായമായി ചേർന്നുകൊണ്ട് ഒരു യുദ്ധസ്ഥലത്തേക്ക് ചാടി വരുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ആ ഒരു ക്യാരക്ടറിന്റെ കൈകളിലും മറ്റും തിളക്കമുള്ള രീതിയിൽ എന്തെല്ലാമോ മാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം.
പിന്നീട് ഇതേ ആളെ തന്നെ രാജാവ് സ്വീകരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയവും അയാളുടെ പുറകിലായി ഇത്തരത്തിലുള്ള മാർക്കിങ്ങുകളും മറ്റും നമുക്ക് കാണാം. അതിനുശേഷം ദുൽഖർ ഇതേപോലെ കയ്യിൽ മഴുവുമെല്ലാമായി ഒരു ഫൈറ്റ് നടത്തുന്ന സമയത്ത് ആ ദുൽഖറിന്റെ ദേഹത്തും ഇതേപോലെയുള്ള മാർക്കിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിലൂടെ ഇവിടെ കാണിച്ചിരിക്കുന്ന നെസ്ലന്റെ ക്യാരക്ടറും ദുൽഖറുമായിട്ട് എന്തെല്ലാമോ കണക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. കൂടാതെ ആ രാജാവ് നെസ്ലന്റെ ക്യാരക്ടറിനെ സ്വീകരിക്കുന്ന സമയത്ത് ക്യാമറ പതിയെ പുറകിലേക്ക് വരുമ്പോൾ അവിടെ DQന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിയെയും മറ്റുള്ള ആൾക്കാരെയും നമുക്ക് കാണാം. അവരുടെ ദേഹത്തും ഇത്തരം മാർക്കിങ്ങുകളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇതുകൂടാതെ DQന്റെ കൂടെ പ്രസന്റിൽ ഒരു പട്ടി ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ പഴയ ആ ഒടിയൻ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ കുറെ ചെന്നായ്കൾ നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. ഈ ചെന്നായ്കളും പട്ടികളുമെല്ലാം ഒരേ ആൻസിസ്റ്ററിൽ നിന്ന് പരിണമിച്ച് വന്നിട്ടുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാണിച്ചിരുന്ന ആ ചെന്നായുടെ പിന്മുറക്കാരായിട്ടായിരിക്കാം DQന്റെ കൂടെ അല്ലെങ്കിൽ ഒടിയന്റെ കൂടെ പ്രസന്റിൽ ഒരു പട്ടിയെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നെസ്ലനെ കാണിക്കുമ്പോൾ പണ്ട് ഒരു ചെന്നായുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. പ്രസന്റിൽ നെസ്ലൻ വെക്കുന്ന തൊപ്പിയിലായി വൂൾഫ് എന്നെഴുതി ഒരു ചെന്നായുടെ രൂപം കൊടുത്തിട്ടുമുണ്ട്. സോ ഇതുകൊണ്ടും DQവും നെസ്ലനുമായി എന്തെല്ലാമോ കണക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇതുകൂടാതെ DQവിനെ ആദ്യമായി കാണിക്കുന്ന ആ ഒരു സീനിൽ ചന്ദ്രൻ നടന്നു പോകുമ്പോഴാണ് ഈ DQ അല്ലെങ്കിൽ ഒടിയൻ എന്ന ക്യാരക്ടർ പെട്ടെന്ന് തല ഉയർത്തി നോക്കുന്നതായി കാണിക്കുന്നത്. ആ സമയം ആ ഷോട്ടിൽ തന്നെ DQ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തൊട്ടു പുറകിലായി വേണുവും സണ്ണിയും നടന്നു പോകുന്നതായി നമുക്ക് കാണാം. ഒരു പക്ഷേ നമ്മൾ ആദ്യം കരുതുന്നത് ചന്ദ്രയുടെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ടാകാം ഒടിയൻ തല ഉയർത്തിയത് എന്നാണെങ്കിലും ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സണ്ണിയുടെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ടുമാകാം. കൂടാതെ ഈ ഒടിയൻ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്നു എന്നതുപോലെ ഈ സണ്ണിയും പല ജന്മങ്ങളിലായി ജീവിച്ചു വരുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തുടക്കത്തിലെ ആ ഗ്രാഫിക്സ് എല്ലാം കാണിക്കുന്ന സമയത്ത് അതിനിടയിൽ ഒരു കൊട്ടാരത്തിൽ കിടക്കുന്ന ആരെയോ ഒരാൾ കൊന്നിരിക്കുന്നതായി കാണാം. അയാളുടെ നെഞ്ചുകീറി കൊന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അവിടെ സൈഡിലായി ആ രാജാവിൻ്റെ പുറകിൽ നിന്നിരുന്ന പടയാളികളുടെ കൂടെയുള്ള ഹെൽമെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നെസ്ലന്റെ ക്യാരക്ടറിനെ കുറെ നാളുകൾക്കിപ്പുറം ആരോ കൊന്നതായിട്ടായിരിക്കാം ഇവിടെ കാണിച്ചത്. സോ നെസ്ലന്റെ ക്യാരക്ടർ ഇങ്ങനെ പല ജന്മങ്ങളായി പുനർജനിച്ചാണ് സിനിമയിൽ വന്നിരുന്നത്. ആദ്യം ആ ഒടിയന്റെ കൂടെ കുട്ടിയായിരുന്നതായി കാണിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം രാജാവിനെ രക്ഷിക്കാനായി ആ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. അതിനുശേഷം രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അയാളെ നെഞ്ചു കീറി ആരോ കൊല്ലുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ചന്ദ്ര പണ്ട് സ്നേഹിച്ചിരുന്ന ആളെപ്പോലെ വീണ്ടും പുനർജനിച്ചു വരുന്നു. നെഞ്ചത്ത് വെടിയേറ്റ് അയാൾ വീണ്ടും മരിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ പ്രസന്റിൽ കാണുന്നത് പോലെ സണ്ണിയായിട്ട് വന്നിരിക്കുന്നത്. സോ ഒടിയൻ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്നത് പോലെ ഈ ഒരു സണ്ണി അല്ലെങ്കിൽ നെസ്ലന്റെ ക്യാരക്ടറും നൂറ്റാണ്ടുകളായി പല ജന്മങ്ങളായി പുനർജനിച്ച് വന്നിട്ടുണ്ട്. അതായത് ഒടിയനും ചാത്തനുമെല്ലാമുള്ള ആ കാലഘട്ടത്തിൽ എല്ലാം തന്നെ കൂടെ നെസ്ലനും പല ജന്മങ്ങളിലായി ഉണ്ടായിരുന്നിരിക്കാം. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പല ജന്മങ്ങളിലായി പുനർജനിച്ചു വരുന്നു. കൂടാതെ ഒടിയന്റെ കൂടെയുള്ള ആ ഒരു ചെന്നായ അല്ലെങ്കിൽ പട്ടിയുടെയും നെസ്ലന്റെ ക്യാരക്ടറിനെ കാണിക്കുമ്പോഴുള്ള ആ ഒരു ചെന്നായുടെ സാന്നിധ്യവും ഇവരുടെ എല്ലാം ദേഹത്തുള്ള ആ ഒരു മാർക്കിങ്സും തുടക്കത്തിൽ ഒടിയനെ കാണിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു കുട്ടിയുടെ സാന്നിധ്യവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒടിയന്റെ മകനായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ ഒടിയൻ ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നിരിക്കണം ഈ നെസ്ലന്റെ ക്യാരക്ടറും. അതുകൊണ്ടായിരിക്കണം ഒടിയൻ അവന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ഞെട്ടുന്നതോ പോലെ മറ്റോ കാണിച്ചത്. സോ ഇതെല്ലാം ഉറപ്പിക്കണമെങ്കിൽ വരും ചിത്രങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. യക്ഷി ചിത്രത്തിൽ യക്ഷി എന്ന രീതിയിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് ചന്ദ്ര അല്ലെങ്കിൽ കള്ളിയങ്കാട്ട് നീലി എന്ന ക്യാരക്ടറിനെയാണ്. എന്നാൽ ഇതുകൂടാതെ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ ഏകദേശം ഒരു യക്ഷി എന്ന രീതിയിൽ തന്നെ, യക്ഷിയുടെ കഴിവുകളെല്ലാം ഉണ്ടെന്ന രീതിയിലല്ല, പകരം ഒരു യക്ഷിയുടെ റെഫറൻസ് കൊടുത്തുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ പാലമരം നിൽക്കുന്നതായും അതിനുശേഷം സാധാരണ നമ്മൾ യക്ഷി സിനിമകളിൽ കണ്ടിരിക്കുന്ന പോലെ വെള്ള സാരി ഉടുത്ത് ഈ പെൺകുട്ടി വരുന്നതായും ആ വെള്ള സാരിയിൽ തന്നെ പാലപ്പൂവിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതായും കൂടാതെ ഇടയ്ക്ക് വെച്ച് ചെരുപ്പ് പൊട്ടിയതിനു ശേഷം ചെരുപ്പിടാതെ നടന്നു പോകുന്നതായും കാണിക്കുന്നുണ്ട്. യക്ഷികൾ ഡ്രസ്സെല്ലാം ധരിക്കുന്നുണ്ടെങ്കിൽ കൂടി ചെരുപ്പ് ധരിക്കില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ യക്ഷികൾ കാൽ നിലത്തുറയ്ക്കാതെ തെന്നി നീങ്ങുന്നു എന്നതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് പോലെയാണ് ആ പാലപ്പൂ കാണിച്ച് വെള്ള സാരിയെല്ലാം ഉടുത്തുകൊണ്ട് ഈ പെൺകുട്ടി ചെരുപ്പിടാതെ പോകുന്നതായി കാണിച്ചത്. ഇനി മറ്റൊന്ന് മൂത്തോന്റെ വടിയുടെ പവർ. ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, മൂത്തോന്റെ വടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ നീളമുള്ളതായും അല്ലാത്ത സമയത്ത് ചുരുങ്ങിയിരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് മൂത്തോൻ ഈ വടി തറയിലേക്ക് ഇടിക്കുന്ന സമയത്ത് മൂത്തോനെ എതിർക്കാനായി വന്നവരുടെ കുന്തങ്ങൾ അവരുടെ നെഞ്ചിലേക്ക് തന്നെ തറഞ്ഞു കയറിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ മൂത്തോൻ ആ ഒരു വടി തറയിൽ കുത്തുമ്പോൾ ഒരു ടെലിഗ്നസിസ് പവർ പോലെ തൊടാതെ അവരുടെ ആയുധങ്ങളെ മൂത്തോന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അത് ആ ടെലിഗ്നസിസ് പവർ കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് തന്നെ തറയ്ക്കുന്നതുമാകാം.
ഇത്തരത്തിൽ മൂത്തോന്റെ ആ വടിക്ക് പല പവറുകൾ ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാംഗ്ലൂരിലുള്ള ആ ഒരു ഫ്ലാറ്റിലേക്ക് ചന്ദ്ര വന്ന് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ താഴെയായി ഇമ്പോസിബിൾ ട്രൂത്ത്സ് എന്നൊരു പുസ്തകം ഇരിക്കുന്നതായി കാണാം. ഈ ഇമ്പോസിബിൾ ട്രൂത്ത്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏലിയൻസിന്റെ പ്രസൻസിനെ കുറിച്ചെല്ലാമാണ്. അതായത് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള പിരമിഡുകളും അങ്ങനെയുള്ള ഒരുപാട് പുരാതന നിർമ്മിതികളെല്ലാം നിർമ്മിക്കാൻ ഏലിയൻസ് മനുഷ്യരെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏലിയൻസ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ്. സോ ഈ ചിത്രത്തിലാണെങ്കിലും ഇങ്ങനെ ഏലിയൻസ് അല്ലെങ്കിൽ മറ്റു പല പ്ലാനറ്റ്സിൽ നിന്നും വന്നിരിക്കുന്ന ആളുകൾ ഭൂമിയിലുള്ള മനുഷ്യരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് പല കാര്യങ്ങളും നിർമ്മിക്കുന്നതും മറ്റുമെല്ലാമാണ് കാണിക്കുന്നത്. അതിനുശേഷം ചന്ദ്ര ആ ഒരു പഴയ അറ തുറക്കുന്ന സമയത്ത് അവിടെ ഷെൽഫിലായി അവൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും മറ്റും ഇരിക്കുന്നതിനെ പറ്റി ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇതുകൂടാതെ അവിടെ ഷെൽഫിലായി ഇഷ്താറിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു ചെറിയ പ്രതിമ ഇരിക്കുന്നതായി കൂടി നമുക്ക് കാണാം. ഒരു പക്ഷേ തനിക്ക് ആ ഒരു ഇഷ്താറിൽ നിന്ന് കഴിവ് കിട്ടിയത് കൊണ്ടോ മറ്റോ പണ്ട് അവൾ ആരാധിച്ചിരുന്നതായിരിക്കാം, അവൾ സൂക്ഷിച്ചിരുന്നതായിരിക്കാം ആ ഒരു പ്രതിമ. ശേഷം അവൾ ജനലുകളെല്ലാം പേപ്പർ കൊണ്ട് മറച്ച് അടയ്ക്കുന്ന സമയത്ത് സണ്ണിയെ കാണുന്ന ഒരു സീനുണ്ട്. ആ സമയം നോക്കുകയാണെങ്കിൽ അവൾ അടയ്ക്കാനായി വന്നിരുന്ന ആ ഒരു ജനൽ അവന്റെ മുന്നിൽ അടയ്ക്കുന്നില്ല എന്നുള്ള രീതിയിൽ കർട്ടൻ മാത്രം ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് അവളുടെ അടുത്തേക്ക് വരുന്നതിന് അവനെ തടയുന്നില്ല, അവന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. പിന്നീട് ആ കുഞ്ഞുനീലിയുടെ കഥ കാണിക്കുന്ന സമയത്ത് ആ രാജാവിന്റെ കൂടെ ഒരു പടത്തലവനെ കാണിക്കുന്നുണ്ട്. സോ ഈ പടത്തലവനെയും പ്രസന്റിൽ കാണിച്ചിരിക്കുന്ന നാച്ചിയപ്പ എന്ന സാന്റിയുടെ ക്യാരക്ടറിനെയും ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നാച്ചിയപ്പ പോലീസാണ്, നാച്ചിയപ്പയ്ക്ക് മുകളിലാണ് ഗജേന്ദ്രനും മറ്റുമുള്ളത്. സോ ഗജേന്ദ്രനും മറ്റും പറയുന്നത് അനുസരിച്ച് നടക്കുന്ന ഒരാൾ മാത്രമായിട്ടാണ് നാച്ചിയപ്പയെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു പടത്തലവനാണെങ്കിലും ഇതേപോലെ തന്നെ ആ രാജാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ്. അതേപോലെ ഈ നാച്ചിയപ്പയും പടത്തലവനും ചന്ദ്രയുടെ വാസസ്ഥലത്ത് കയറി അവളെയും അവളുടെ ആളുകളെയും ഉപദ്രവിക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ രണ്ടുപേരുടെയും മരണങ്ങളും ഒരേപോലെ തന്നെയാണ്. അതിലാദ്യം ആ ഒരു പടത്തലവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ കൈകൊണ്ട് കുഞ്ഞുനീലി മരണപ്പെട്ടതുപോലെ കാണിക്കുന്നു. പ്രസന്റിലാണെങ്കിൽ നാച്ചിയപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഗജേന്ദ്രന്റെ ടീമിലുള്ള ഒരാളുടെ കൈകൊണ്ട് ചന്ദ്ര മരണപ്പെടുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും ഉയർന്നു വരുന്ന അവരോടെല്ലാം ഫൈറ്റ് നടത്തുകയും പിന്നീട് ഈ ഒരു പടത്തലവനും നാച്ചിയപ്പയും നീലിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കഴുത്തിൽ കത്തിവെക്കുകയും ശേഷം നീലി ചാടി വന്നുകൊണ്ട് ഈ പടത്തലവനെയും നാച്ചിയപ്പയും നെഞ്ചിൽ കത്തി കുത്തി കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇവരുടെ നേതാവായിട്ടുള്ള ഗജേന്ദ്രനെയും ആ രാജാവിനെയും നീലി കൊല്ലുന്നുമില്ല. ഇങ്ങനെ ആ പടത്തലവന്റെയും നാച്ചിയപ്പയുടെയും കാര്യങ്ങൾ ഒരുപോലെ തന്നെയാണ് സിനിമയിൽ കാണിച്ചിരുന്നത്. മറ്റൊരു ഭാഗത്ത് അഗറ്റ്സുക്കി എന്നൊരു പേര് കാണിക്കുന്നുണ്ട്. ഈ അഗറ്റ്സുക്കി എന്ന് പറയുന്നത് നരുട്ടോ സീരീസിൽ വരുന്ന ഒരു ഗ്യാങ്ങിന്റെ പേരാണ്. ഇതുകൂടാതെ വീനസ് ഗ്രഹത്തെ ചുറ്റുന്ന ഒരു ജപ്പനീസ് സ്പേസ് ക്രാഫ്റ്റിന്റെ പേരും അഗറ്റ്സുക്കി എന്ന് തന്നെയാണ്. സോ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഇഷ്താർ എന്ന് പറയുന്നത് വന്നിരിക്കുന്നതും വീനസിൽ നിന്ന് തന്നെയാണ്. സോ ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വീനസ് ഗ്രഹവുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ. കൂടാതെ ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ജപ്പാനുമായി കണക്ട് ചെയ്യുന്ന രീതിയിലും ഈ ഒരു അഗറ്റ്സുക്കി എന്ന പേര് ഇവിടെ യൂസ് ചെയ്തത്. അടുത്തത് ചന്ദ്ര എന്ന ആ ഒരു ക്യാരക്ടറിന് മിക്ക ഭാഷകളും അറിയാവുന്നതായിട്ടാണ് കാണിച്ചത്. ചന്ദ്രയ്ക്ക് മാത്രമല്ല മൈക്കിൾ എന്ന ക്യാരക്ടറിനെ നോക്കിയാലും കന്നഡയും മലയാളവും ഇംഗ്ലീഷും എല്ലാം നല്ല രീതിയിൽ പറയുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് ഇവർ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്നത് കൊണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളിലായി പല ദേശങ്ങളിലായി നൂറ്റാണ്ടുകളായി ഇവർ ജീവിച്ചു വരുന്നത് കൊണ്ടാണ് ഇവർക്ക് എല്ലാ ഭാഷകളും അറിയാവുന്നതായി കാണിച്ചത്. ഈ സണ്ണിയുടെയും ചന്ദ്രയുടെയും ഫ്ലാറ്റിന്റെ കൃത്യം നടുവിലായി തന്നെയാണ് ആ ഒരു ചന്ദ്രനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ ചന്ദ്രയുടെ ഫ്ലാറ്റിന്റെ നേരെ തന്നെയാണ് മിക്കപ്പോഴും ചന്ദ്രന്റെ തിളക്കമുള്ള ഭാഗം കാണിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം ചന്ദ്രയ്ക്ക് എതിരാകുന്ന ടൈമിൽ ആ ഗരുഡ ടീമെല്ലാം ഇവരെ കൊല്ലാനായി വരുന്ന സമയത്ത് ബ്ലഡ് മൂൺ സംഭവിക്കാൻ തുടങ്ങുകയും ചന്ദ്രന്റെ തിളക്കമുള്ള ഭാഗം ചന്ദ്രയുടെ ഫ്ലാറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായി മനോഹരമായി കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഗജേന്ദ്രൻ എന്നൊരു ഗ്യാങ്സ്റ്ററിനെ പറ്റി പറയുന്നുണ്ട്. സോ ഇയാളെ ആ രാജാവായി വന്നിരിക്കുന്ന ആക്ടർ തന്നെയാണ് അവതരിപ്പിച്ചതെന്നാണ് തോന്നിയത്. എന്നാൽ ഈ ഒരു നടൻ മിനിസ്റ്ററുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ മിനിസ്റ്റർക്ക് ഗജേന്ദ്രന്റെ ഒരു കോൾ വരുന്നതായി കാണിക്കുന്നുണ്ട്. സോ അതിലൂടെ എനിക്ക് തോന്നിയത് ഈ രാജാവായി വന്നിരിക്കുന്ന ആൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും ഗജേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ എടുത്തു തന്നെ കാണിച്ചിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ ഇനി വരുന്നൊരു സിനിമയിലായിരിക്കാം ഗജേന്ദ്രൻ ആരായിരുന്നു എന്നുള്ള രീതിയിൽ കാണാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് സിനിമയുടെ മിഡ് ക്രെഡിറ്റ് സീനിലൂടെയാണ് DQന്റെ ഒടിയൻ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് ആ ഒടിയന്റെ നേരെ പുറകിലായി പട്ടിയെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ആ ഒരു രൂപം നമുക്ക് കാണാം. ഇതുകൂടാതെ അയാളുടെ ഡ്രസ്സിന്റെ മുന്നിലായി കുറെ കുത്തുകളും അതെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിൽ കുറെ വരകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് കണ്ടപ്പോൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ഒരു നക്ഷത്ര കൂട്ടങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു രൂപം വെച്ചുകൊണ്ട് അത് കൃത്യമായി ഇന്ന നക്ഷത്ര കൂട്ടമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല.
എങ്കിലും ആകാശത്ത് ഇങ്ങനെ കാണുന്ന നക്ഷത്ര കൂട്ടങ്ങളിൽ പ്രധാനമായി വരുന്ന ഒന്നാണ് വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ. സോ ഈ ഒഡിയൻ എന്ന ക്യാരക്ടറിനെ ആദ്യമായി കാണിക്കുന്ന സമയത്തും ഒരു വേട്ടക്കാരനെ പോലെ തന്നെയാണ് കാണിച്ചിരുന്നത്. സോ ഇതുകൊണ്ടായിരിക്കാം പ്രസന്റിൽ ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഇത്തരം നക്ഷത്ര കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം അയാളുടെ ഡ്രസ്സിൽ ഉൾപ്പെടുത്തിയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.